നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താൻ എന്നോട് ക്ഷമിക്കണം. ഈ കുഞ്ഞിന് ജീവനോടെ കിട്ടിയില്ലേ പിന്നെ താൻ എന്റെ പൊണ്ടാവില്ല എന്ന് താൻ പറഞ്ഞില്ലേ? പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ എൻ്റെ സ്വാർത്ഥത കൊണ്ട് താനെന്നും എൻ്റെ ഒപ്പം ഉണ്ടാകാനുള്ള മോഹം കൊണ്ട് എനിക്ക് തന്നോട് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. ഇനി ഇക്കാര്യത്തിൽ നീ അഭിപ്രായം മാറ്റില്ലല്ലോ? ഇല്ല. മാറ്റി അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി പൊട്ടിക്കും. ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ. നീ ഇവിടെ കിടന്ന് എന്തൊരു കുന്തളിപ്പായിരുന്നടി. നിന്റെ കുഞ്ഞ് എന്നിട്ടിപ്പ എന്തായി? കുഞ്ഞ് നിന്റേതാണെന്ന് പറഞ്ഞ് നിന്നെ പറ്റിച്ച ആദ്യം തന്നെ പറഞ്ഞില്ലേ അത് നിന്റെ കുഞ്ഞല്ല എന്റെ കുഞ്ഞാണെന്ന്? ആദ്യം തുറന്നു പറഞ്ഞ സത്യത്തിന് ഇത്രയും സാക്ഷികളുണ്ട്. പോരാത്തതിന് ഞാൻ പറഞ്ഞിട്ട് ഗോമതി ചേച്ചി ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തേടി? എന്താ എനിക്ക് മാത്രം തെളിവുണ്ടാക്കിക്കൂടെ? ലോകത്താരെ വിശ്വസിച്ചാലും ഞാനിനി എന്റെ കൂടെപ്പിറപ്പിനെ മാത്രം വിശ്വസിക്കില്ല. ഇവ മൊഴിമാറ്റി പറഞ്ഞതുപോലെ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാര് പോലും ഇതുവരെ മൊഴിമാറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നാളെ ഒരാവശ്യം വന്ന ഇങ്ങനൊരു തെളിവെങ്കിലും എനിക്ക് വേണ്ടേ? ചതിക്കായിരുന്നു. അപ്പൊ താനല്ല പൂജ, പറ, എന്റെ കുഞ്ഞിനെ താൻ കൊന്നതല്ലേ? എന്നെ സ്വന്തമാക്കാൻ പൂജ, അതിനുവേണ്ടി താൻ എന്തും ചെയ്യുന്ന എനിക്കറിയാം. ഇല്ല പൂജ, കഴിയുമെങ്കിൽ ഇനി ഒരിക്കലും എന്നെ കാണാതിരിക്കണം. പൂജ, സോറി ദത്തേട്ട, സോറി അമ്മ ചേച്ചി. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. അവിടെ നിന്നേ. നിന്നെ തല്ലിയത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇത്രയും ദിവസം വാ തുറന്ന് സത്യം പറയാത്തതിനല്ല, ശത്രുവായാലും മിത്രവായാലും ആ പോയതൊരു പെണ്ണ. അവളെ നീ പറഞ്ഞു പറ്റിച്ചത്. അവളുടെ കണ്ണീരാ ഈ മണ്ണിൽ വീണത്.
വിശ്വാസം അതൊരിക്കലും നഷ്ടപ്പെട്ട പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല.